ഞാനൊരു തിപ്പലിക്കാടിന്റെ അരികിലാണ് നിൽക്കുന്നത്. ഈ തിപ്പലി പറഞ്ഞാൽ ഞാൻ എടുത്ത് കഴിച്ചോട്ടെ? ഇത് കഴിക്കാൻ കൊള്ളുന്ന സാധനമല്ല. അല്ല, ഇതാണ് ബ്രസീലിയൻ തിപ്പലി. നമ്മുടെ കണ്ടൽക്കാടിന് സാമ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മള് ഈ ഒരു കാരണവശാലും നമ്മള് മരുന്നിനുള്ള തിപ്പിലി ഇതുമായിട്ട് തിപ്പിലിന്ന് ആൾക്കാർ പറയുമ്പോൾ തിപ്പിലിയുടെ നമ്മുടെ മരുന്നിന്റെ തിപ്പിലിയാണ് ഓർക്കുന്നത്. പക്ഷെ ഇത് ഒരിക്കലും മരുന്നല്ല. പക്ഷെ അങ്ങ് എന്തിനാണ് ഇതുപോലെയൊക്കെ നട്ടു വളർത്തിക്കുന്നത് തിപ്പിലി? ഇത് വളർത്തിയിരിക്കുന്നത് നമുക്ക് ഇത് കുരുമുളകുമായിട്ട് വളരെയധികം യോജിക്കുന്ന ഒരു സാധനമാണ്. എന്ത് ചെയ്യുന്നത്? ഇത് ഇവിടെ വെച്ച് ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ അടുത്ത കുരുമുളക് ഇതിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. കുരുമുളകിന് വേണ്ടിയിട്ട് മാത്രമാണ്. തിപ്പലിക്ക് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോ കാശ് നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മാതൃകയാണ് ഇത്. കുരുമുളക് പിടിപ്പിക്കാന് കളിക്കാനത്തില് ഉള്ള സ്ഥലത്ത് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെടിയാണ് ഇത്. ഇത് ഇനി ഇതിന്റെ മുകളിൽ ഒരെണ്ണം കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പല ഇനം കുരുമുളക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഏത് ഇനം വേണമെങ്കിലും. നമുക്കിപ്പോ ഈ കൊടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ഇനം വേറെ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാനുള്ള അല്ലേ? കട്ട് ചെയ്ത്